നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സംഭാഷണവും ആരും നടത്തണ്ട. അമ്മേ, അങ്ങനെയല്ല. സൗവർണിക അവൾ എന്നോട് സംസാരിച്ചതാ. കുടജാദ്രിയുടെ മുകളിൽ വെച്ച് ഒരു സപ്പോർട്ടും ഇല്ലാതെ വള്ളികളിൽ കുരുങ്ങി കിടന്ന എന്നെ ആ മരണഘട്ടത്തിൽ നിന്ന് പിടിച്ചു കയറ്റുമ്പോൾ അവൾ എന്നോട് സംസാരിച്ചു. ആ മല അത്രയും അനായാസമായിട്ട് നടന്നു കയറിയ അവൾ വന്നത്. ഇല്ല മോനെ, തെറ്റുപറ്റിയത് എന്റെ മോനാ. മോനെ, ആ കുട്ടി സംസാരിക്കില്ല. സംസാരിക്കാൻ കഴിയുന്ന ഒരു മകളെ മുന്നിൽ നിർത്തി ഒരു അച്ഛനും അവൾ സംസാരിക്കില്ലെന്ന് പറയില്ല മോനെ. പ്രത്യേകിച്ചും ഇങ്ങനെ അവൾക്ക് വിവാഹം ആലോചിച്ചു വരുന്നവരുടെ മുന്നിൽ വെച്ച്. ദേ, എന്റെ മോനെ എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. സാരമില്ല. പക്ഷെ അമ്മ, ഞാൻ സാരമില്ല മോനെ. സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് തന്നെ വിചാരിച്ചു. നല്ല നല്ല കാര്യങ്ങള് ഇനിയും സംഭവിക്കുമെന്ന് വിചാരിച്ചു. ആ, ഇനി മറ്റു ചർച്ചകളോ വിചാരണകളോ ഒന്നുമില്ല. ഇതിവിടെ അവസാനിക്കുക. നാളെ ഒരു തവണ കൂടെ ദേവിയുടെ നടയിൽ ചെന്ന് തൊഴുതിട്ട് നമുക്ക് മടങ്ങാം. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. നിങ്ങൾ വയ്ക്കോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മോളെ, നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? ഇനി കടയിലേക്ക് പോണ്ട. എന്തൊക്കെയായിരുന്നു. എന്നെ അറിയിക്കാണ്ട് രഹസ്യമായിട്ട് പുന്നാര മോളുടെ കല്യാണം ഉറപ്പിക്കാന്ന് വിചാരിച്ചു അല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. വീട്ടില് ചിലര് വരുന്നുണ്ട്, ചായ കൊടുക്കണം. എന്തൊക്കെയായിരുന്നു ഇന്നലെ. എന്നോടൊരു വാക്ക് പറഞ്ഞ ഞാനിതങ്ങ് മുടക്കി കളയെന്ന് വിചാരിച്ചോ? ഇന്ദുമതി, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ നീ ചിന്തിച്ചു കൂട്ടുന്നത്. അവര് വീട്ടിൽ വരുന്നേ പറഞ്ഞുള്ളൂ. ദേവൂട്ടിയെ കാണണമെന്നും പറഞ്ഞു. അത് കല്യാണം ആലോചിക്കാനാണെന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല. ഓ, പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാ അത് പെണ്ണ് കാണാനല്ലാണ്ട് പിന്നെ എന്തിനാ മനുഷ്യ? അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ? എനിക്കല്പം ബുദ്ധി കുറവാ. സാരമില്ല. ഈ കുറഞ്ഞ ബുദ്ധിയും വെച്ച് ഞാൻ ഇത്രയും കാലം നിന്നെ ഈ കുട്ടികളെയൊക്കെ പോറ്റിയില്ലേ. ഇനി ശേഷിക്കുന്ന ആയുസ് കടക്കാനും എനിക്ക് ഈ ബുദ്ധിയൊക്കെ മതി. ഈ കാര്യത്തിൽ നിങ്ങളുടെ ബുദ്ധി പോരാ. ഞാനൊരു ബുദ്ധി ഉപദേശിക്കാം. എന്താ? പെൺബുദ്ധി പിൻബുദ്ധിയാന്നാ പണ്ട് കാരണവന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പെൺബുദ്ധിയാണോ പിൻബുദ്ധിയാണോ എന്ന് കേട്ടിട്ട് പറഞ്ഞാ മതി. എന്തായാലും ആ പയ്യനും ദേവൂട്ടിയായിട്ടുള്ള കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ എന്തുമതി. ഇന്നവര് ഇറങ്ങിപ്പോയിന്ന് കരുതി ഇനി ഒരു ദിവസം അവരെ ഒന്നുകൂടെ കേറി വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. ഈ അമ്മ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? ഈ പെണ്ണിനെ തിരക്കി അവര് വീണ്ടും വരുമെന്നോ? എങ്കി കാക്ക മലന്നു ഉറക്കും. സുരേന്ദ്രട്ടാ, ഞാനൊരു കാര്യം പറയാം. നല്ലൊരു പയ്യൻ, നല്ല കുടുംബം, നല്ല ആൾക്കാര്. അവര് പെണ്ണ് കാണാനായിട്ട് ഈ പടി കടന്ന് വന്നല്ലേ. വിട്ടുകളയരുതെന്നോ ഞാൻ പറയുന്നേ. ദേവൂട്ടിയുടെ കാര്യത്തിൽ അത് അടഞ്ഞ വാതില. അതിനി തുറക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. നീ എന്താ ഉദ്ദേശിക്കുന്ന എന്തുമതിയെ? നമുക്ക് അഖിലമോക്ക് വേണ്ടി ആ ചെറുക്കനെ ഒന്ന് ആലോചിച്ചാലോ? പെണ്ണ് ചോദിച്ചു വരാൻ ഈ വീട്ടിൽ കയറി വരാൻ അവർക്ക് പ്രയാസം ഉണ്ടായില്ലെങ്കിൽ ദേവൂട്ടിക്ക് പകരം അഖിലമോളെ ആലോചിക്കാനും അവർക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നേ. ഇന്ദു, പുര കത്തുമ്പം വാഴ വെട്ടുന്നതിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിവെക്കുന്നതാ നല്ലത്. ദേവൂട്ടി ഇവിടുന്ന് എല്ലാവരുടെ മുമ്പില് ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോയെങ്കിലും അവളുടെ ഉള്ളു നീറുന്നുണ്ടാവും.